മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിന്റെ ഹൃദയത്തിൽ മഹാദേവൻ വസിക്കുന്നു. നിന്നെ മനസ്സിലാക്കാത്തവർക്ക് നിന്റെ മനസ്സിൽ ഒരു സ്ഥാനവും കൊടുക്കേണ്ടതില്ല. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കാത്തവർക്കു വേണ്ടി നഷ്ടപ്പെടുത്താനുള്ളതല്ല നിന്റെ കണ്ണുനീർ. മഹാദേവൻ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ ഈ നിമിഷം മുതൽ നീക്കം ചെയ്തിരിക്കുന്നു. മനസ്സിൽ സന്തോഷവും സമാധാനവും നിങ്ങളിൽ ഈ നിമിഷം മുതൽ വന്നു ചേരുന്നതായിരിക്കും. ഭക്തരെ, ശരീരത്തിൽ ഏൽക്കുന്ന മുറിവ് മാഞ്ഞു പോയേക്കാം. മനസ്സിലേൽക്കുന്ന മുറിവ് കാലങ്ങളെടുത്താലും മായില്ല. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദനയായി അത് കൂടെ തന്നെ ഉണ്ടാകും. അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് കഴിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും ആരോഗ്യത്തിലായാലും അധികാരത്തിലായാലും ആത്മീയതയിലായാലും താഴ്മയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. അറിവാണ് സമ്പത്ത്, ക്ഷമയാണ് നിലനിൽപ്പ്, പരിജ്ഞാനമാണ് അംഗീകാരം, അച്ചടക്കമാണ് കരുത്ത്, പ്രാർത്ഥനയാണ് വിജയം. ഭക്തരെ, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപദേശത്തേക്കാൾ ആവശ്യം നിങ്ങളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയായിരിക്കും. കേട്ടറിവ് വെച്ച് ആരെയും വിലയിരുത്താതിരിക്കുക. ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ ഊഹം മാത്രമായിരിക്കും. ജീവിക്കുക തോൽപ്പിച്ചവർക്ക് വേണ്ടിയല്ല, ജന്മം തന്നവർക്ക് വേണ്ടി. കാരണം നിങ്ങളുടെ തോൽവി ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണവർ. ഭക്തരെ, ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരവും. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. അവർ ശരിക്കും സ്നേഹിക്കുന്നത് അവരെ മാത്രമായിരിക്കും. ഭക്തരെ, സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ നിങ്ങളുടെ മനസ്സ് നോവുമ്പോൾ ആർക്ക് നോവുന്നുവോ അവരാണ് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നത്. ജീവിതത്തിൽ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ മാറ്റാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ടാകും. പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള കഴിവുണ്ടാകും. ഭക്തരെ, സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ ജീവിത ലക്ഷ്യം അയൽക്കാരനെ തോൽപ്പിക്കലാകരുത്. സമ്പന്നർ അത്യാഡംബര ജീവിതം നയിക്കുമ്പോൾ കടം വാങ്ങിയെങ്കിലും അത് അനുകരിക്കരുത്. ആഡംബരത്തിൻ്റെ ഊതിപ്പെരുപ്പിച്ച മായികമായ ലോകം ബാഹ്യമായ തിളക്കം മാത്രമാണ്. ഭക്തരെ, പരിഹസിക്കുന്നവർ പരമാവധി പരിഹസിക്കട്ടെ. അവഗണിക്കുന്നവർ പറ്റുന്നത്രയും അവഗണിക്കട്ടെ. ഒറ്റപ്പെടുത്തുന്നവർ സാധിക്കുന്ന അത്രയും ഒറ്റപ്പെടുത്തട്ടെ. നിങ്ങളുടേതായ ഒരു ദിവസം വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ അതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ആ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പരിഹസിച്ചവരെയും അവഗണിച്ചവരെയും കാലം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് തരും. അടിച്ചവർക്കെല്ലാം തിരിച്ചടി ഉറപ്പാണ്. അതാണ് പ്രകൃതി നിയമം. ഭക്തരെ, ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.